തീവണ്ടിപ്പാളത്തിലെ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇനി. കണ്ണൂർ പന്നേപ്പാറ സ്വദേശി പവിത്രനാണ് മരണമുഖത്ത് നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നത്. ഇന്നലെ രാത്രി മാതൃഭൂമി ന്യൂസിലൂടെ പുറത്തുവിട്ട ആ ഒരു അത്ഭുതകരമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആരാണ് അങ്ങനെ രക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യം മലയാളികളെ മുഴുവൻ ആ ഒരു ചോദ്യത്തിന് പിറകെയായിരുന്നു. ഇപ്പോൾ ആ ആളെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. കണ്ണൂർ പന്നേപ്പാറ സ്വദേശിയായ പവിത്രേട്ടനെയാണ് നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പവിത്രേട്ടൻ എന്തായിരുന്നു സംഭവിച്ചത് ശരിക്കും? എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് കുട്ടികളെ ഇറക്കിയിട്ട് വരുന്ന ബസ് സ്റ്റാൻഡിലെ വണ്ടി വെക്കൽ. അവിടുന്ന് നടന്നു വരുമ്പം ഒരു ഫോൺ വന്നു, കുട്ടി വിളിച്ചു. ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി മുന്നിൽ വരുന്നത് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കിടന്നു. വേറെ രക്ഷയില്ല, അപ്പുറം ഇപ്പുറം കിടക്കാൻ വേണ്ടി മാർഗം ഉണ്ടായില്ല. അതാണ് ഉണ്ടായത്. നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് പേടിച്ചു പോയി. പെട്ടെന്ന് അമ്മ വരുന്നു പോയി. വണ്ടി വരുന്ന പെട്ടെന്ന് ഫോണിലായി പോയി. പെട്ടെന്ന് അയാൾ കിടന്നു. വേറെ രക്ഷയില്ല. കിടന്ന് രക്ഷപ്പെടാന്നുള്ളൊരു കാര്യം എങ്ങനെ അതിനു മുൻപ് ആരെങ്കിലും പറഞ്ഞു കേട്ടിരുന്നു? ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഒന്നും ചെയ്തു നോക്കി ഒരു ശ്രമം. അപ്പോൾ അത് അപ്പോൾ നമുക്കൊരു ഭാഗ്യം ഉണ്ടാവുമായിരിക്കും വിചാരിക്കുക. അത്ര തന്നെ, പറയുന്നില്ല. പിന്നീട് അതിന്റെ വീഡിയോ വൈറലായല്ലോ. വീഡിയോ എടുത്തത് കണ്ടിരുന്നു ആ സമയത്ത്? ആരും കണ്ടില്ല. ആരും അങ്ങനെ റെയിലിൻ്റെ മുകളിൽ ആരും ഉണ്ടായില്ല. അങ്ങനെ അതല്ലേ സമയത്ത് വരുന്ന സമയത്തൊന്നും അങ്ങനെ ഉണ്ടായില്ല ആരും. അങ്ങനെ ഉണ്ടായത്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ സുഹൃത്തുക്കളോട് എന്തെങ്കിലും ഇതിനെ പറ്റി പറഞ്ഞോ? വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായ സ്ഥിതി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞേ? അവർ പറഞ്ഞ രക്ഷപ്പെട്ടതിന് ഭാഗ്യമാണെന്ന് പറഞ്ഞു. ഫോണിലായി പോയല്ല, പിന്നെ എന്താ ചെയ്യുക. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടോ? എല്ലാവരും വിളിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്. ഞെട്ടല് പൂർണ്ണമായിട്ട് മാറില്ല. അതിപ്പോൾ ആ ഉള്ളിലുണ്ടാവുമല്ലോ അത് ഞെട്ടല്. എന്തായാലും ഇത്രത്തോളം വലിയ അപകടകരമായൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു ഞൊടിയുടെ വ്യത്യാസത്തിലാണ് പവിത്രേട്ടൻ രക്ഷപ്പെട്ടത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചുള്ള ഒരു മാതൃക കൂടി പവിത്രേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.